റോഷൻ ഓട്ടോസിന്റെ ആദ്യത്തെ ഹിന്ദി മൂവി പുള്ളി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ലെറ്ററിങ് തുടങ്ങി മ്യൂസിക്, സ്റ്റണ്ട്, ഹിന്ദി ഫ്ലേവർ ആയിട്ടുള്ള പരിപാടികൾ, ക്യാരക്ടറൈസേഷൻ എല്ലാത്തിലും പുള്ളിയുടെ സിഗ്നേച്ചർ കൊണ്ടുവരാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇത് ഏതാണ് ഈ ഡയറക്ടർ, ആരാണ് ഈ സിനിമ ചെയ്തത് എന്ന് ഒരു ബോളിവുഡിലെ സാധാരണ പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ പരിപാടികൾ റോഷൻ ആൻഡ്രൂസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി, ഒരു മുംബൈ പോലീസാണ് പരിപാടിയാണെന്ന് മനസ്സിലായി. പക്ഷേ ട്രെയിലറിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു ചിന്ത വന്നു. പക്ഷേ അധികം വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസിക് മൂവി ആയിട്ടുള്ള മുംബൈ പോലീസിനെ ഹിന്ദി ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് പക്ക കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഭയങ്കര സ്റ്റൈലിഷ് ഒക്കെ ആക്കി വേറൊരു ഒരു ഫ്ലേവറിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതായത് മലയാള പ്രേക്ഷകർക്ക് ഇത് കാണുവാണെങ്കിൽ പൂർണ്ണ തൃപ്തി വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു ബോളിവുഡിലെ പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പരിപാടികളൊക്കെ നന്നായിട്ട് തന്നെ പോയി. ഷാഹിദ് കപൂർ അടിപൊളിയായിരുന്നു. ഡാൻസ് ആണെങ്കിലും സ്റ്റൈൽ പരിപാടികളും ആക്ഷനും കുറച്ച് കോമഡി പരിപാടികളും ലവ് സീൻസും കാര്യങ്ങളൊക്കെ പുള്ളി സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് കുറച്ച് ലാഗും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ വലിഞ്ഞതുപോലെ തോന്നി. അത് നമ്മൾ മുംബൈ പോലീസ് കണ്ടതുകൊണ്ടായിരിക്കാം. ക്ലൈമാക്സിലെത്തിയപ്പോഴാണ് സത്യത്തിൽ പരിപാടി കാണിക്കുന്നു പോയത്. അതായത് നമ്മൾ മലയാള സിനിമയിൽ നമ്മൾ കണ്ട ആ ക്ലൈമാക്സോ ആ റീസണോ കാര്യങ്ങളോ എല്ലാം മാറ്റി വേറൊരു രീതിയിൽ ഒരു പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടോട്ടലി പ്രേക്ഷകനെ കൺവേ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സിനിമയിൽ ആ കഥാപാത്രത്തെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നിട്ട് ആ അവസാന സമയത്ത് കാണിച്ചിരിക്കുന്ന ആ പരിപാടികൾ ഒട്ടും തന്നെ യോജിച്ചില്ല, ഒട്ടും തന്നെ കൺവിൻസിങ് ആയില്ല. അതുകൊണ്ട് തന്നെ സിനിമ എനിക്കൊരു ഒരു നോർമൽ സിനിമ, ഒരു വാച്ചബിൾ സിനിമ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഹിന്ദി ഇഷ്ടപ്പെടുന്ന, ഹിന്ദി ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന, ഹിന്ദിയിലെ സ്റ്റൈലിഷ് പരിപാടികൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഒന്ന് കാണാൻ പറ്റുന്ന സിനിമ. മലയാളികൾക്ക് ഉറപ്പായിട്ടും ഒട്ടും ഒരു സന്തോഷം തരാത്ത സിനിമയായിരിക്കും ദേവ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ.